കുവൈറ്റ് വർക്ക് പെർമിറ്റിലെ വിദ്യാഭ്യാസ യോഗ്യത മാറ്റുന്നതിൽ പ്രവാസി തൊഴിലാളികൾക്ക് വലിയ ആശയക്കുഴപ്പമാണ്. രാജ്യത്തെത്തിയതിനു ശേഷമുള്ള ബിരുദ സിസ്റ്റം അംഗീകരിക്കാത്തതും പുതിയ കമ്പനിക്ക് മാറ്റം നടത്താൻ കഴിയാത്തതുമാണ് പ്രധാന കാരണം. യോഗ്യത അപ്ഡേറ്റ് ചെയ്യാനുള്ള ലഭ്യമായ വഴികൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അജയ് കുഞ്ഞുമോൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. അജയ് സൂചിപ്പിച്ചതുപോലെ വലിയ ആശങ്കയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും ഉള്ളത്. എങ്ങനെ പരിഹരിക്കാം നമുക്കിത്? തീർച്ചയായിട്ടും അമൃത, ഗുഡ് ഈവനിങ്. വലിയ ആശങ്കയിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത്. ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ഈ നിലവിലെ പ്രശ്നത്തിന് കാരണം എന്താണ്? അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തൊഴിൽ വിസയിൽ എത്തിയ ശേഷം നേടിയ ബിരുദം പാം സിസ്റ്റം വഴി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ബിരുദം നൽകാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം മിസ്മാച്ച് കാണിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. തൊഴിൽ വിസയിൽ എത്തിയ ശേഷം നേടിയ ബിരുദം പാം സിസ്റ്റം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രതിസന്ധി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. അത് വലിയ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സാധുവായി കണക്കാക്കുന്നത് വർക്ക് പെർമിറ്റ് നൽകിയ സമയത്തെ യോഗ്യത മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ നിയന്ത്രണം 2025 മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്നത്. യോഗ്യത മാറ്റാനാകുന്നത് ആർക്കാണ് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. യോഗ്യത മാറ്റത്തിന് അപേക്ഷിക്കേണ്ടത് ആദ്യമായി വർക്ക് പെർമിറ്റ് നൽകിയ കമ്പനിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതിയ കമ്പനിക്ക് നേരിട്ട് ഈ യോഗ്യത മാറ്റാൻ അപ്ഡേറ്റ് നടക്കുകയില്ല. അവർക്ക് കമ്പനിക്ക് നേരിട്ട് അപ്ഡേറ്റ് ചെയ്യാനാകില്ല എന്നുള്ളതാണ് വസ്തുത. തൊഴിലാളിയുമായി ബന്ധപ്പെടേണ്ടത് പഴയ കമ്പനിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഈ യോഗ്യത മാറ്റാൻ കഴിയുന്നത് പഴയ കമ്പനിക്ക് മാത്രമാണ്. അതുകൊണ്ട് യോഗ്യത മാറ്റാനാകുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലാളി ബന്ധപ്പെടേണ്ടത് പഴയ കമ്പനിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. പരിഹാരം എന്ത് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പാം ആഭ്യന്തര മന്ത്രാലയത്തിൽ കത്ത് നൽകുക, കോവിഡ് പോലുള്ള സാഹചര്യത്തിൽ വിശദീകരിച്ച് രേഖകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത്, പുതിയ കമ്പനി പഴയ കമ്പനിയോട് അഭ്യർത്ഥിക്കുക. നോട്ടറൈസ് ചെയ്ത രേഖകൾ ചേർത്താൽ പ്രക്രിയ വേഗത്തിലാകും എന്നാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളിൽ രണ്ടാമത്തത്. മൂന്നാമതായി, പാം ഓഫീസിൽ നേരിട്ട് പോകുക. ബിരുദ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, വർക്ക് പെർമിറ്റ് എന്നിവ കൈവശം ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. 2025 പുതിയ നിയമം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ചില അക്കാദമിക് യോഗ്യതാ മാറ്റങ്ങൾ പാം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. പുതിയതായി ജോലിക്കെത്തിയവർക്കും സ്വകാര്യ മേഖലയിലേക്ക് മാറിയവർക്കും ഇത് ബാധകമാണ്. വർക്ക് പെർമിറ്റ് സിസ്റ്റം ദുരുപയോഗം തടയൽ, ജോലി യോഗ്യതാ പൊരുത്തം ഉറപ്പാക്കൽ എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പുതിയ ബിരുദം നിലവിലെ ജോലിയുമായി പൊരുത്തപ്പെടുമെങ്കിൽ മാത്രം മാറ്റം അംഗീകരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പുതിയ നിർദ്ദേശങ്ങൾ വരും വരെ നിയന്ത്രണത്തിന് പുറത്തുള്ള അപേക്ഷകൾ നിരസിക്കപ്പെടും എന്നുള്ളതാണ് ഈ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അമൃത.